15 വർഷം കഴിഞ്ഞാലും സർക്കാർ വാഹനങ്ങൾ ഇനി യാത്ര തുടരും. 4500 വാഹനങ്ങൾക്ക് ഇളവ്. 15 വർഷത്തിലേറെ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾക്ക് 5 വർഷം കൂടി ആയുസ് നീട്ടി നൽകിയതോടെ പൊളിക്കൽ നിന്ന് ഒഴിവായത് 4500 വാഹനങ്ങൾ. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ് തുടങ്ങിയ സേനാ വിഭാഗങ്ങൾക്കാണ് 15 വർഷത്തിലേറെ പഴക്കമുള്ള കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. ആരോഗ്യവകുപ്പിനും ഇത്തരം ഒട്ടേറെ വാഹനങ്ങളുണ്ട്. കേന്ദ്ര നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ദിവസങ്ങളായി ഒട്ടേറെ സർക്കാർ വാഹനങ്ങൾ ഓടിക്കാതെ കയറ്റിയിട്ടിരിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സർക്കാർ വാഹനങ്ങൾക്ക് 5 വർഷം കൂടി ആയുസ് നീട്ടി നൽകിയത്. മാത്രമല്ല, പല സർക്കാർ വകുപ്പുകളുടെയും കൈവശമുള്ള വാഹനങ്ങൾ കാര്യമായ കേടുപാടുകൾ ഇല്ലാത്തവയാണെന്ന് കാട്ടി വകുപ്പ് മേധാവികൾ സർക്കാരിന് കത്തു നൽകിയിരുന്നു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളതും ഫിറ്റ്നസ് ടെസ്റ്റ് വിജയിച്ചതുമായ വാഹനങ്ങൾക്ക് മാത്രമേ കാലാവധി നീട്ടി നൽകുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് നവംബർ മാസത്തിൽ തന്നെ സർക്കാർ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എതിർപ്പുകളും നിർദ്ദേശങ്ങളും വരാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഗസറ്റ് വിജ്ഞാപനം ഇറക്കുകയായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നിവയുടെ വാഹനങ്ങൾക്ക് ഇളവുകൾ ലഭിക്കും. നേരത്തെ KSRTC ബസ്സുകൾക്ക് ഇളവ് നൽകിയിരുന്നു. കേന്ദ്ര നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ വകുപ്പുകളുടെയും വാഹനങ്ങൾ കയറ്റിയിട്ടിരിക്കുകയായിരുന്നു. നിലവിൽ 15 വർഷത്തിലധികം പഴക്കമുള്ള 1295 KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേക ഉത്തരവിറക്കി സർക്കാർ ആയുസ് നീട്ടി നൽകിയാണ് ഇവ ഓടിക്കുന്നത്. 2026 മെയ് മാസത്തോടെ 2014 ബസ്സുകളുടെ രജിസ്ട്രേഷൻ കാലാവധി പൂർത്തിയാകുമെന്നാണ് വിവരം.